പ്രളയാനന്തര പുനരധിവാസം ലക്ഷ്യമിട്ടാണ് വി ഡി സതീശൻ പറവൂരിൽ പുനർജനി എന്ന പദ്ധതി കൊണ്ടുവന്നത്. 2020 മുതൽക്ക് നിയമസഭയിൽ ഉയർന്നു കേൾക്കുന്നതാണ് പുനർജനി പദ്ധതിയും വിവാദങ്ങളും. നോക്കാം എന്താണ് കേസ്. 2018 പ്രളയശേഷം പറവൂരിലെ പുനരധിവാസ പ്രവർത്തനങ്ങളായിരുന്നു വി ഡി സതീശൻ പുനർജനിയിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. അതിനായി മണപ്പാട്ട് ഫൗണ്ടേഷൻ, ഹാബിറ്റാറ്റ് ഫോർ ഹ്യൂമാനിറ്റി തുടങ്ങി നിരവധി സന്നദ്ധ സംഘടനകളെയും NGO-കളെയും പങ്കാളികളാക്കി. സുതാര്യമായ രീതിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടെ നടപ്പിലാക്കിയ പദ്ധതി എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാദം. പുനർജനി പദ്ധതിയുടെ പേരിൽ ഒരു ബാങ്ക് അക്കൌണ്ട് പോലുമില്ലെന്നും വിദേശത്തുനിന്നോ സ്വദേശത്തുനിന്നോ ₹1 പോലും ഈ പദ്ധതിയുടെ ഭാഗമായി പണമായി സ്വീകരിച്ചിട്ടില്ല എന്നും നിയമസഭയിലടക്കം അദ്ദേഹം ആവർത്തിച്ചിരുന്നു. ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എന്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ₹1 പോലും പിരിച്ചിട്ടില്ല. 2020 മുതൽ സഭയിൽ പുനർജനിയെ ചൊല്ലി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അനുമതിയില്ലാതെ പണം പിരിച്ചുവെന്ന് കാണിച്ച് കാതിക്കുടം ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങരയും യൂത്ത് കോൺഗ്രസ് നേതാവുമാണ് പരാതി നൽകുന്നത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശത്തുനിന്നും പണം പിരിച്ചത് വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിന്റെ ലംഘനമാണെന്നും MLA എന്ന ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് പണം പിരിച്ചുവെന്നും ആരോപണമുയർന്നതോടെ വിജിലൻസിന് പുറമെ EDയും അന്വേഷണം തുടങ്ങി. ഇതിനിടെ വിദേശത്തു പോയി പണം പിരിക്കുന്ന ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളും ജെയ്സൺ പാനിക്കുളങ്ങര EDക്ക് കൈമാറി. I am going to give 5 sewing machines to 5 families. When you are raising 500 pounds, that will help 5 families. വിദേശ ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിൽ തങ്ങൾക്ക് പരിമിതിയുള്ളതിനാൽ കേസ് CBIക്ക് വിടണം എന്ന ശുപാർശ വിജിലൻസ് മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. ഈ ശുപാർശയിലാണ് ഇപ്പോൾ തിരക്കിട്ട നീക്കങ്ങൾ. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.